എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുംഭമാസം 1-ാം തീയതിയാണ്. 1201 ആണ്ട് കുംഭമാസം 1 അതേപോലെ ഫെബ്രുവരി 13-ാം തീയതിയാണ് 2026 ആണ്ടിലെ കുംഭമാസം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കുംഭമാസം വളരെ നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസവും എല്ലാവർക്കും വളരെ നന്നായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷകളൊക്കെ സബലീകരിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ ദുശീലങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും ഇന്ന് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും. ദുശീലങ്ങൾ നമ്മളെ തന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. മസോക്കിസം എന്ന് പറയുന്ന ഒരു വാക്കാണ് മനഃശാസ്ത്രജ്ഞന്മാർ അതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ദുശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ട് ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. അതിരു തർക്കങ്ങൾക്കും വഴി സംബന്ധമായ തർക്കങ്ങൾക്കും വാഹനവുമായിട്ടുള്ള യാത്രയിലുണ്ടാകുന്ന ചില തടസ്സങ്ങൾക്കും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വരുന്നതുകൊണ്ട് വളരെ സന്തോഷിക്കുന്ന ദിവസമാണ്. സന്താനങ്ങൾക്ക് ഉപരിപഠനത്തിനുള്ള വഴി തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. സ്വന്തമായി ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശ പഠനം അന്വേഷിക്കുന്നവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. എഴുത്തുകാർക്ക് ഏറ്റവും അനുകൂലമായ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അധികം അധ്വാനിക്കുന്ന ശീലമുള്ളവർക്ക് വളരെ ഗുണപരമായ അംഗീകാരവും അല്ലെങ്കിൽ സാമ്പത്തിക ലാഭവും ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള വഴി തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉദ്യോഗാർത്ഥികൾക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്കും പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്കും മിസലേനിയസ് ജോബ്, അതായത് ഒരാൾ തന്നെ മൾട്ടിപ്പിൾ ജോബ് ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെയധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ദിവസമാണ്. ലാഭം ലഭിക്കുന്ന ദിവസമാണ്. ഹോട്ടൽ ഫീൽഡിലുള്ളവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. എന്നാൽ നിയമപാലകർക്ക് അത്ര തന്നെ ഗുണപ്രദമായ ഒരു ദിവസമായിരിക്കില്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ശുക്രൻ്റെ ദിവസമാണ്. അതുകൊണ്ട് ശുക്രൻ്റെ പ്രാർത്ഥനകൾ ഉരുവിടുന്നതൊക്കെ വളരെയധികം ഗുണപ്രദമായിരിക്കും. അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ആശ്വാസപ്രദമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ആഹാര കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ദൂരയാത്ര പോവുകയും അശുദ്ധമായ ജലം കുടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഭാവിയിലേക്ക് മഞ്ഞാനോമ്പ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഹോട്ടൽ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർക്കോ കൈപ്പിഴവുകൾ പറ്റുവാനും ജോലി തന്നെ നഷ്ടപ്പെടുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. വളരെ ശ്രദ്ധിക്കുക. അതേപോലെ ഹോട്ടൽ ഫീൽഡിലുള്ളവർക്ക് നഷ്ടം വരുന്ന ഒരു ദിവസമാണ് ഇന്ന്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കാത്തത് കൊണ്ട് പിഴവുകൾ സംഭവിക്കുകയും അതുമൂലം കഷ്ടതകൾ അനുഭവിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റ് ചില കാര്യങ്ങൾക്ക് ഉച്ചയോടുകൂടി മാറ്റം വരുന്നതാണ്. ലാഭം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കാര്യങ്ങൾ തിരിയുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അഭിനയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ ഭംഗിയായി അഭിനയിക്കുവാനും അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുവാനും പുതിയ ചാൻസുകൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കേടുപാടുകളോ അല്ലെങ്കിൽ അപകടങ്ങളോ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടാകുവാനൊക്കെ സാധ്യത ഉണ്ട്. വളരെ ശ്രദ്ധിക്കുക. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആകാംക്ഷയ്ക്കൊക്കെ ഒരു പരിധിവരെ ശമനം ലഭിക്കുന്ന ദിവസമാണ്. വിദേശ പഠനത്തിന് ഒരുങ്ങുന്നവർക്കും കുട്ടികൾക്ക് വേണ്ടി അതിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, എഴുത്തുകാർ ഇങ്ങനെയുള്ളവർക്കൊക്കെ വളരെയധികം പുതിയ നല്ല ചാൻസുകൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ന് തുടക്കം കുറിക്കുന്ന ഏത് കലാപ്രവർത്തനങ്ങളും വിജയം വരിക്കുന്ന ഒരു ദിവസമായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക. ദിവസങ്ങളായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക.
ഇന്ന് തുടക്കം കുറിക്കാൻ നല്ല ഉതകുന്ന ദിവസമാണ്. നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അതുപോലെ ബന്ധുമിത്രാദികളുമായി സമയം പങ്കിടുവാനും അവരുമായി കൂടിയാലോചിക്കുവാനും പല കാര്യങ്ങളും നന്നായി പരിണമിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വൈദ്യസഹായം തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും വിശ്രമം കൊണ്ടോ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ക്രമീകരണം കൊണ്ടോ അതിൽ നിന്നൊക്കെ ശമനം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളും ഒരുമിച്ച് ദൂരയാത്ര പോകാനോ ഉല്ലാസയാത്രയ്ക്ക് പോകുവാനോ പർച്ചേസ് നടത്തുവാനോ സമ്മാനങ്ങൾ വാങ്ങുവാനോ കൊടുക്കുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദംകാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ദിവസമാണ്. പുതിയ പഠന മേഖലകൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. സാമ്പത്തികമായി അപ്രതീക്ഷിതമായി ധനം കയ്യിൽ വന്ന് ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ താമസ സ്ഥലം, വാസസ്ഥലം മാറുന്നതിനുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിനുതകുന്ന ഒരു വാസസ്ഥലം കണ്ടെത്തുകയും ചെയ്യാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അതേപോലെ നിയമപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ആശ്വാസകരമായ ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ നിയമപാലകർക്ക് അത്ര ഗുണപ്രദമായൊരു ദിവസമായിരിക്കുകയില്ല. മേലധികാരികളിൽ നിന്ന് വാണിങ്ങുകളോ ശകാരങ്ങളോ ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഉത്തമമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അത് നല്ല കാര്യങ്ങളിലേക്ക് വഴിതെളിക്കാനുമൊക്കെ സാധ്യത കാണുന്നു. ഉചിതമായ തീരുമാനങ്ങൾ കൊണ്ട് അംഗീകാരം ലഭിക്കുവാനും മറ്റുള്ളവരുടെ ഇംഗിതത്തിന് പാത്രീഭവിച്ച് ചില കാര്യങ്ങൾ മാറ്റിമറിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട്. എല്ലാം നല്ലതായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. ബന്ധുമിത്രാദികളുമായി കൂടിച്ചേർന്ന് പുതിയ കാര്യങ്ങൾ തീരുമാനിക്കുവാനോ വാസസ്ഥലത്തിന് മാറ്റം വരുവാനോ ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്നു. അനുകൂലമായ ഒരു വാസസ്ഥലം കണ്ടെത്തുവാനും സാധ്യതയുണ്ട്. പുതിയ തൊഴിൽ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും ഉറ്റവരുടെയോ ഗുരുതുല്യന്മാരായ ആൾക്കാരുടെയോ സഹായം മൂലം പിടിച്ചു നിൽക്കുവാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. സാമ്പത്തികമായി സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു ദിവസമായിരിക്കും. ഊഹക്കച്ചവടത്തിനോ അല്ലെങ്കിൽ ഷെയർ നിക്ഷേപത്തിനോ ഒക്കെ പറ്റിയൊരു ദിവസമായിരിക്കും ഇന്ന്. നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ കഠിനമായ അപവാദങ്ങൾക്ക് പാത്രീഭവിക്കുകയും പങ്കാളികൾ പിരിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അതുപോലെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ ഉടലെടുക്കുന്ന ദിവസവുമാണ് ഇന്ന്. വിവാഹ കാര്യങ്ങൾക്ക് ഉചിതമായ ദിവസമാണ്. പുതിയ പങ്കാളിയെ കണ്ടെത്തുവാനും ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണെങ്കിലും നിർഭാഗ്യകരമായ ചില അവസ്ഥകൾ തൊഴിൽ സ്ഥാനത്ത് നിന്ന് അനുഭവിക്കേണ്ടതായി വരും. പ്രത്യേകിച്ച് IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടാൻ വരെ സാധ്യത ഉള്ള ചില അനുഭവങ്ങളുണ്ടായേക്കാം. വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതുണ്ട്. ജീവിതത്തിൽ ഇന്നുണ്ടാകുന്ന കലഹങ്ങളെല്ലാം വലിയ അന്തഃഛിദ്രത്തിലേക്ക് വഴിതെളിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ, പ്രതികൂലമായ മാറ്റങ്ങളാണ് അത് വരുത്തുന്നത് എന്നുള്ളതുകൊണ്ട് ആത്മസംയമനം പാലിക്കേണ്ടത് ആവശ്യമാണ്. ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. എഴുത്തുകാർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായ നിരാശാവഹമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്ക് പാലിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സമയത്ത് എത്തിച്ചേരാത്തത് കൊണ്ടോ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഉന്നതന്മാരുടെ അപ്രീതിക്ക് പാത്രീഭവിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണെങ്കിലും ഗുണാധിക്യമാണ് ഉണ്ടാവുക. പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും സഫലീകരിക്കുവാൻ സാധിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിഞ്ഞു വരുന്നതാണ്. അതുപോലെ പുതിയതായി ഏതെങ്കിലും രീതിയിലുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ഉചിതമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായിട്ട് സാധിക്കും. ദീർഘയാത്രയ്ക്ക് അല്ലെങ്കിൽ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുചിതമായ ഒരു സമയമാണ്
തെളിഞ്ഞു വരുന്നത്. സന്തോഷകരമായി ഒരുപാട് കാര്യങ്ങൾ പങ്കെടുക്കുവാനായിട്ട് സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ കച്ചവടക്കാർക്ക് വളരെയധികം നഷ്ടം വരുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്ന വൻകിട വ്യവസായികൾക്ക് വളരെയധികം വിമർശനങ്ങളോ അല്ലെങ്കിൽ നഷ്ടമോ വരുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലാനിടം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സംഘർഷങ്ങൾ നിറഞ്ഞ ദിവസമായിരിക്കും. മാനസിക പിരിമുറുക്കങ്ങൾ മൂലം കലഹത്തിന് സാധ്യതയുണ്ട്. നന്ദികേടുകൾ കാണിക്കുന്നു എന്ന ആരോപണം ഉണ്ടാകുവാനും കലഹമുണ്ടാകുവാനും സാധ്യതയുണ്ട്. പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആഹാരകാര്യത്തിലും നിയന്ത്രണം ആവശ്യമാണ്. ആഹാരകാര്യത്തിലുള്ള നിയന്ത്രണ ഇല്ലായ്മ കൊണ്ട് ആരോഗ്യസ്ഥിതി ഇന്ന് വഷളാകാൻ സാധ്യതയുണ്ട്. ക്രോണിക് ഡിസീസ് ഉള്ളവർക്ക് ഇന്നത്തെ ദിവസം അത് വർദ്ധിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ ബ്ലഡ് പ്രഷർ പോലെയുള്ള അസുഖങ്ങളുള്ളവർ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കാൻ മറക്കാതെ ഇരിക്കുക. പെട്ടെന്നുള്ള ചില മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഭാവിയിലേക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വിവാഹാദി കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും. സന്താനങ്ങളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് മനസ്സമാധാനം ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ ഒത്തുതീർപ്പിനായി ആരെങ്കിലും സമീപിക്കുവാനും അത് ഒത്തുതീർപ്പിൽ ആക്കി കൊടുക്കുവാനുമൊക്കെ സാധിക്കുന്നത് മൂലം വളരെയധികം അഭിമാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുവാനും അവരുമായി സമയം ചിലവഴിക്കാനുമൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ബന്ധുമിത്രാദികളിൽ ചിലരുടെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളുടെ വേർപാട് മൂലം, മാതാപിതാക്കളുടെയോ മറ്റോ വേർപാട് മൂലം വളരെയധികം മനപ്രയാസം അനുഭവിക്കുവാനും സാധ്യത കാണുന്നു. ശാരീരികമായി ഉണ്ടായിരുന്ന ആലസ്യങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തുന്ന രീതിയിലുള്ള ഒരു വഴിയും തെളിഞ്ഞു വരുവാൻ സാധ്യതയുണ്ട്. യാത്രയ്ക്ക് സാധ്യത കാണുന്നു. യാത്ര കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. എന്നാൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ചെയ്യുവാനും അതിൽ നിന്ന് ലാഭം ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. കച്ചവടം ചെയ്യുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവർക്ക്, സൗന്ദര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നു, അനുകൂലമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. എങ്കിലും കുടുംബാംഗങ്ങളിൽ ചിലർക്ക് വലിയ അസുഖങ്ങൾ പിടിപെടാനും അതുമൂലം ധനച്ചെലവിനും ആശുപത്രി ചെലവിനും ആശുപത്രി വാസത്തിനും വരെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. വാർദ്ധക്യത്തിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ഉണർവും ഉന്മേഷവും വരുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. വളരെയധികം രോഗങ്ങൾ കൊണ്ട് വളരെയധികം ക്ലേശിക്കുന്ന ആളുകൾക്കും ആശ്വാസപ്രദമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം വളരെ വിജയകരമായി പൂർത്തിയാക്കാവുന്നതാണ്. കലാകാരന്മാർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മാറ്റം കണ്ടിട്ട് വളരെ സന്തോഷിക്കുവാനും മറ്റുള്ളവർക്ക് താൻ സ്വീകരിച്ച വഴി ഉപദേശിച്ചു കൊടുക്കാനും അതുമൂലം പുണ്യകർമ്മങ്ങൾ ചെയ്തതുപോലെയുള്ള മനസ്സമാധാനം ഉണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. അന്നദാനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും പരിഹാരമായിട്ട് ഇന്നത്തെ ദിവസം അന്നദാനം കൊടുക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമായിരിക്കും. ഇന്ന് ഹോട്ടൽ ജീവനക്കാർക്കോ ഹോട്ടൽ നടത്തുന്നവർക്കോ ചെറിയ ചെറിയ കടകൾ അന്നദാനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നവർക്കൊക്കെ ഇന്ന് വളരെയധികം നല്ലൊരു ദിവസമായിരിക്കും. ഇവൻറ്റ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ഒരു
ദിവസമായിരിക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സിനിമാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ഇടപഴകുകയും അവരുമായി സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന മൂലം വളരെയധികം ആശ്വാസവും മാനസിക പിരിമുറുക്കവും ഒക്കെ ശമിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ ബന്ധുമിത്രാദികളുടെ സമാഗമം കൊണ്ടും സന്തോഷകരമായ ഇടപെടൽ കൊണ്ടും വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് സൗഭാഗ്യം വരുന്നത് കണ്ട് സന്തോഷിക്കുവാനും സാധ്യതയുണ്ട്. സഹോദരങ്ങൾക്കോ സഹോദരതുല്യങ്ങളോ ആയവർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഒക്കെ പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിന് സഹായങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ഒരു ദിവസമായിരിക്കും. വാർദ്ധക്യം അനുഭവിക്കുന്നവർക്കും അതുമൂലം ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും അതിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പുത്രന്മാരുമായിട്ടുള്ള കലഹങ്ങൾ പറഞ്ഞു തീർക്കുവാനും അവരുമായി ഒത്തുതീർപ്പിൽ പോകുവാനും ഒക്കെ സാധിക്കുന്ന ദിവസമായിരിക്കും. പുതിയ സംരംഭങ്ങളിലേക്ക് ഏർപ്പെടാൻ ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുചിതമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമാണ്. എന്നാൽ നിയമപാലകർക്ക് അത്ര തന്നെ ഗുണകരമായ ദിവസമായിരിക്കുകയില്ല ഇന്ന്. എല്ലാ തരത്തിലും ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം പറയുന്നു.